और इस ഈ കൂട്ടായ്മ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നെ സഹായിക്കുന്ന കർത്തൃവൃത്തിയൻ ജോസഫ് ജോണിനും ബസ് ജോസഫ് ജോണിനുമുള്ള നന്ദിയും സ്നേഹവന്ദനവും കർത്താവിൽ അറിയിക്കുന്നു. और मैं परमेश्वर का धन्यवाद करता हूँ इस मीटिंग में मुझे स्वागत किया प्रभु के दास पास्टर जोसेफ जॉन का साथ में अनुवाद कर रहे भाई का भी मैं धन्यवाद करना चाहूँगा. തുടർന്ന് നമ്മൾ സമയം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുകയാണ്. और कुछ समय हम परमेश्वर के वचन के लिए समय को निकाल रहे हैं. നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ കഴിയുന്ന ക്യാമറ ഓൺ ചെയ്യാവുന്നവർക്ക് ക്യാമറ ഓൺ ചെയ്യാം. और जितने लोग कैमरा को खोल सकते हैं उन लोग कैमरा खोलिएगा. പ്രാരംഭമായിട്ട് ആരൊക്കെയാണോ ക്യാമറ ഓൺ ചെയ്തത് അവരിൽ 3 പേർക്ക് ദൈവവചനം വായിക്കാം. और जितने लोग में से कैमरा खोले हुए लोग हैं, कैमरा खोले हुए लोग ही कोई भी बाइबल के अंदर से 3 वचन को आप लोग निकालेंगे और 3 अलग अलग लोग पढ़ेंगे. जिन्होंने कैमरा खोला है वही पढ़ेंगे. ഓരോ വാക്യം വീതം വായിക്കാം. സ്ഥിരമായി വായിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം വായിക്കാം. അതല്ല എങ്കിൽ പെട്ടെന്ന് വായിക്കുന്നവരാണെങ്കിൽ ദയവേത് ലാസ്റ്റ് വായിച്ച് നിങ്ങൾ അടിവരയിട്ട ഭാഗമേ വായിക്കാവുള്ളൂ. आप लोग कोई भी वचन निकाल सकते हैं. आप लोग अगर प्रतिदिन पढ़ने वाले लोग हैं तो आप लोग कोई भी जो आखिरी में पढ़ा हुआ वचन को आप लोग पढ़ सकते हैं. इफिसियों 3:20। अब जो ऐसा सामर्थ्य है कि हमारी विनती और समझ से कहीं अधिक काम कर सकता है, उस सामर्थ्य के अनुसार जो हम में कार्य करता है. സ്തോത്രം. ഭജൻ ഏത് പുസ്തകം? എഫേഷ്യൻസ് 3:20. ഏതമനെ? എഫേഷ്യൻസ് 3:20. भजन संहिता 12:6 ഉം. भजन संहिता 12:6 में लिखा है, परमेश्वर का वचन पवित्र है, उस चांदी के समान जो भट्टी में मिट्टी पर पाई गई और 7 बार निर्मल की गई हो. हमें ഏതായാലും പുസ്തകം मैथ्यू 12:6. भजन संहिता ओ भजन संहिता 12 अध्याय उसका 6. सैम 6:12 संकीर्तनम 12:6. हाँ 12 അതിന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു അല്ലേ? ഒരാൾക്കൂടെ വായിക്കും. और एक जन और पढ़ सकता है. मैं पढ़ूंगी इफिसियो 1 उसकी വായിച്ചവരല്ലാതെ വായിക്കാനുള്ളവർ വായിച്ചാൽ. हाँ पढ़िए पढ़िए. इफिसियो 1 उसकी 19वीं पद. और उसकी सामर्थ हम में जो विश्वास करते हैं कितनी महान है, उसकी शक्ति के प्रभाव के उस कार्य के अनुसार. Ephesians chapter 1 verse 19. ഒന്നിന്റെ 1:19. സ്തോത്രം. പ്രാർത്ഥിക്കാം. प्रार्थना करेंगे. ദൈവമേ, ഈശോയെ നല്ല പിതാവേ, കർത്താവേ, ഒരുക്കിയ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. प्रभु इस सुबह के लिए हम धन्यवाद करते हैं जो तूने हमें दिया है. കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. और प्रभु आपके शब्द को सुनने के लिए आपके चेहरे की ओर हम निहारते हैं. അവിടുത്തെ ശബ്ദമാണ് ഞങ്ങളുടെ ചൈതന്യം. और वहाँ का शब्द ही हमारे लिए चैन का कारण. അവിടുത്തെ ശബ്ദമാണ് ഞങ്ങളുടെ ജയം. वहाँ के शब्द है हमारे लिए जय. അവിടുത്തെ ശബ്ദമാണ് ഞങ്ങൾക്ക് വഴികൾ തുറക്കുന്നത്. वहाँ के शब्द है जो हमारे लिए रास्तों को खोलते हैं. ആകയാൽ കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. और प्रभु आप हमसे बातचीत करिएगा. അവിടുത്തെ ഇമ്പകരമായ ശബ്ദത്തിന് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. സഹായിക്കണം യേശുവിൻ നാമത്തിൽ. और प्रभु आपके वहाँ से जो बल है वो हमारे ऊपर इस शब्द के द्वारा हो आने पाए. प्रभु यीशु मसीह के नाम से मांगते हैं.
आमीन। ആമേൻ, ആമേൻ. സ്തോത്രം. 3 വാക്യങ്ങളാ വായിച്ചത്. ഇതിന്റെ 3 പേരാ വായിച്ചതെന്ന് വിചാരിക്കുന്നു. പ്രാരംഭമായി വായിച്ച വേദഭാഗം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്ന കർത്താവ്. और जैसे हमने पढ़ा है और आपने 3 विभिन्न लोगों ने पढ़ा है जिसमें 3 वाक्यों को हमने देखा है। ഇതില് നമ്മള് എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് അത് പിന്തുടരുന്നതാണ് ശരിയായിരിക്കുന്ന ജീവിത വിജയം. और देखिए हमारे जीवन की विजय यही है कि हमारे जीवन की अच्छी शुरुआत हो। നമ്മെ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവര് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നുകൂടി ഭാഷ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവര് തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, और जो जीवन के अंदर विजय को प्राप्त करना चाहते हैं उनको जानने वाली या समझने वाली ये बात है, വിജയം എന്ന് പറയുന്നത് സമ്പാദ്യമല്ല. क्योंकि विजय एक संपत्ति नहीं है, വിജയം എന്ന് പറയുന്നത് പ്രശസ്തിയല്ല. और विजय जो एक प्रतिष्ठा नहीं है, ഈ ലോകപ്രകാരമുള്ള ഏതെങ്കിലും ഒരു മെഡല് നേടുന്നതല്ല വിജയം. और एक दुनिया के अनुसार कोई मेडल को जीतना नहीं है विजय, ദൈവത്തിന്റെ ഹിതം ജീവിതത്തിൽ ചെയ്തെടുക്കുന്നതാണ് വിജയം. लेकिन परमेश्वर की इच्छा को करना ही हमारे लिए विजय है। ദൈവമക്കളെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് വലിയ വീടോ വലിയ ബിസിനസ്സോ വലിയ പ്രശസ്തിയോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നത് വിജയമാണ്. और देखिए हमारे जीवन के अंदर परमेश्वर की इच्छा को दुनिया के अनुसार नहीं लेकिन परमेश्वर की इच्छा को पूरी करना ही हमारे जीवन के अंदर विजय कहते हैं। ഒരുപക്ഷെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി മോശമായേക്കാം, हमारी सांपत्तिक स्थिति शायद खराब हो, ഒരുപക്ഷെ നമ്മൾ പ്രശസ്തരല്ലായിരുന്നിരിക്കാം, शायद हो सकता है हम ज्यादा प्रसिद्ध लोग ना होंगे, ഒരുപക്ഷെ ആരും നമ്മളെ മാനിക്കുന്നില്ലായിരിക്കാം. हो सकता है कोई हमारा सम्मान नहीं करता होगा, ദൈവത്തിന്റെ ഹിതത്തിലാണെങ്കിൽ നാം വിജയിച്ചവരാ. लेकिन हम परमेश्वर के हित में विजय प्राप्त किए हुए लोग हैं। അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ऐसे रहने वाले प्रभु के बच्चों के विषय में അവര് ചോദിക്കുന്നത് ദൈവഹിതമാണ്. और वो जो पूछते हैं वो परमेश्वर की इच्छा है, അവര് നനയ്ക്കുന്നത് ദൈവഹിതമാണ്. और वो जो बोलते हैं वो परमेश्वर की इच्छा है। ആമേൻ. അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത്, ആമേൻ, അവര് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. और देखो उन्होंने जो पूछा है उसमें उन्होंने जो बोया उसमें बहुत आयत से करने वाला वो परमेश्वर है। ആമേൻ. നമ്മുടെ പ്രാരംഭമായിരിക്കുന്ന നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ലോകത്തിലുള്ള ഒരു ബിസിനസ്. और देखिए इस दुनिया का हमारे पास का दुनिया में जो व्यवसाय है वो यही काम है कि हम परमेश्वर को जानना या परमेश्वर की हित को जानना। ദൈവത്തെ അറിയാവുന്നവര് ദൈവത്തിന് ഇഷ്ടമുള്ളതേ ചോദിക്കത്തുള്ളൂ. और देखिए जो परमेश्वर से प्रेम करते हैं वही लोग प्रभु तेरी इच्छा क्या है ये बात को पूछते हैं। ദൈവത്തെ അറിയാവുന്നവര് ദൈവത്തിന് ഇഷ്ടമുള്ളതേ നനയ്ക്കത്തുള്ളൂ. और जो परमेश्वर की इच्छा है वही परमेश्वर की इच्छा को उन लोग बोते हैं। എന്റെ മകൻ ഒരിക്കലും എന്നോട് മയക്കുമരുന്ന് മേടിക്കാനോ ഒന്നും പൈസ ചോദിക്കത്തില്ല. क्योंकि मेरा बेटा मेरे से कभी भी दारू पीने के लिए या ऐसी कोई नशे वाली पदार्थ के लिए मुझसे कभी पैसा नहीं मांगता है, ചിന്തയ്ക്കകത്ത് പോലും അവരുടെ നിലവിനകത്ത് പോലും അങ്ങനെ ചിന്തയെ വരത്തില്ല. क्योंकि उसके मन के अंदर इस प्रकार की चिंता कभी भी नहीं आएगी, കാരണം അവർക്ക് എന്നെ അറിയാം. क्योंकि वो मुझे जानता है। ഇതുപോലെ തന്നെ ദൈവത്തെ അറിയാവുന്നവര് ചോദിക്കുന്നതും നനയ്ക്കുന്നതും ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും. तो इसलिए जो लोग प्रभु से प्रेम करते हैं वो लोग प्रभु के इच्छा को जानते हैं, प्रभु की वो उस इच्छा के अनुसार बोते हैं। അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് അതിന് മറുപടി കൊടുക്കുമ്പോൾ അത്യന്തം പരമായി ചെയ്യാൻ ദൈവം മതിയായിരിക്കുക. और देखिए जब वो इस प्रकार से प्रभु की इच्छा के अनुसार करते हैं तो प्रभु बहुत अच्छे उनके लिए करता है।
പ്രാരംഭമായി ദൈവവചനം വായിച്ച കർത്താവിന്റെ ദാസിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്, और शुरुआत में ही जिन्होंने सबसे पहले जो परमेश्वर के वचन को पढ़ा, वो पवित्र आत्मा उनसे इस प्रकार कह रहा है, ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ചിന്ത നമ്മുടെ ചിന്തയായി മാറിയാൽ, और परमेश्वर की चिंता हमारी चिंता में बदलना चाहिए, ആമേൻ, നമ്മുടെ മനസ്സമാധാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, और हमारा मन का जो समाधान है वो बढ़ते रहेगा, നമ്മുടെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, हमारे संतोष, हमारा आनंद बढ़ता रहेगा, തൃപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, हमारी तृप्ति बढ़ते जाएगी। നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മുടെ വിഷയങ്ങളിൽ മേൽ ദൈവത്തിന്റെ കരം നീട്ടും. और देखिए हमारे हर एक विषय के प्रभु का बड़ा हाथ उतरता है। ആമേൻ. അതിന് തിരിച്ചറിയണം, ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ ആയിരിക്കുന്നതാണ് നമ്മുടെ വിജയം. तो हमारा विजय क्या है कि हम परमेश्वर की उपस्थिति में रहना ही हमारे लिए सबसे बड़ा विजय है, ഹിതത്തിലായിരിക്കുന്നതാണ് നമ്മുടെ വിജയം. और परमेश्वर के हित में रहना ही हमारे लिए विजय है। അതുകൊണ്ട് ഇന്ന് ഈ കൂടിവരവിന് നടുവിലായിരിക്കുന്ന എല്ലാവരും തിരിച്ചറിയണം, ദൈവത്തിന്റെ ഹിതത്തിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിലായിരിക്കുമ്പോൾ നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും ദൈവഹിതമായിരിക്കും, ദൈവം ഇഷ്ടമായിരിക്കും, ദൈവം അത്യന്തം അനവധിയായി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനിടയാകും. और देखिए हमारे जीवन के लिए बहुत ये बात को जितने लोग यहाँ बैठे हुए आप लोग समझना है, अगर हम परमेश्वर की इच्छा के अनुसार या परमेश्वर के हित के अनुसार हम रहते हैं, तो हम जो बोते हैं, जो काटते हैं, या जो हम आग्रह करते हैं, परमेश्वर उसको बहुत आयत से हमारे जीवन के लिए करता है। മൂസെ ഒരാളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു, മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് ഒരു ഇസ്രായേലിനെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു. मिस्रैम में एक व्यक्ति को सुरक्षित करने के लिए किया, മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേലിനായ ഒരാളെ രക്ഷിക്കാനാണ് മോശെ ആഗ്രഹിച്ചത്. और मूसा ने यह आग्रह किया था कि इस मिस्रैम में जो इजरायली गुलामी में है, उनमें से एक व्यक्ति को मैं बचाऊंगा। സ്വർഗത്തിലെ ദൈവം അവൻ ആഗ്രഹിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തം പരമായി അവനിലൂടെ ചെയ്തെടുത്തു. और लेकिन परमेश्वर ने परमेश्वर की इच्छा को जानने के कारण मूसा के जीवन के द्वारा एक नहीं, परमेश्वर ने बहुत अच्छे लोगों को वहां से मिस्रैम में से इजरायलियों को छुड़ाया। ആമേൻ. ഏകദേശം 30 ലക്ഷം പേരെയോളം രക്ഷിക്കാൻ ദൈവം മോശയെ ശക്തീകരിച്ചു. और लगभग 30 लाख से ज्यादा लोगों को छुड़ाने के लिए परमेश्वर ने मूसा को शक्ति दिया। യോസഫ് തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോയത്, അവരുടെ വിശപ്പ് മനസ്സിലാക്കി തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചെന്നു ജോസഫ്. और देखिए भाई लोगों को भूख लगी थी, वो भूख को मिटाने के लिए यूसुफ खाना लेकर अपने भाइयों के पास गया था, എന്നാൽ സഹോദരന്മാർ യോസഫിനെ കൂട്ടാക്കിയില്ല. लेकिन उसके भाई लोगों ने यूसुफ को वो साथ में नहीं लिया। യോസഫിന്റെ ആ നല്ല നിലവിനെ, നല്ല ചിന്തയെ മനസ്സിലാക്കി മുഴു ലോകത്തിന്റെയും മുട്ടുമാറ്റുവാൻ യോസഫിനെ ദൈവം ശക്തീകരിച്ചു. लेकिन देखिए वो परमेश्वर उसके हृदय के अंदर इस प्रकार नहीं आने के कारण वो उसके द्वारा केवल उसके भाइयों को नहीं, लेकिन पूरे उस देश के लोगों को भोजन खिलाने के लिए परमेश्वर ने उसको मदद किया। ചോദിക്കുന്നതിലും ഇനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. और देखिए आप जो करते हैं परमेश्वर की इच्छा के अनुसार करते हैं, आप जो बोते हैं, परमेश्वर उसके लिए बहुत आयत से करता है। ഹന്ന ഒരു കുഞ്ഞിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. हन्ना ने एक बच्चे के लिए प्रार्थना किया था। ആമേൻ. എന്നാല് സ്വർഗത്തിലെ ദൈവം, ആമേൻ, ദൈവത്തിന് വേണ്ടി ആ കുഞ്ഞിനെ അവൾ ചോദിച്ചപ്പോൾ അവൾ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ദൈവം അവർക്ക് തലമുറയെ കൊടുത്തു. और देखिए उसने एक संतान को मांगा था, वो परमेश्वर के लिए मांगा था, लेकिन परमेश्वर ने उसको बहुत ऐसे दिया और उसके लिए अच्छा दिया करके हम देखते हैं। അപ്പൊ പ്രാരംഭമായി വായിച്ച കർത്താവിന്റെ ദാസിയോടും ഈ കൂട്ടായ്മയോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് നമ്മൾ ചോദിച്ചതിനേക്കാൾ, നമ്മൾ നനച്ചതിനേക്കാൾ അത്യന്തം പരമായി ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് നമുക്ക്. और देखिए इसलिए आप लोगों से प्रभु की आत्मा इस प्रकार से कह रही है, जिन्होंने वचन को पढ़ा और जिन लोग यहाँ पर बैठे हुए हैं, कि आप लोग जो परमेश्वर की इच्छा के अनुसार रहते हैं, आप लोग प्रभु से पूछते हैं, आप लोग प्रभु में बोलते हैं, प्रभु बहुत आयत से आपको देता है। അപ്പോൾ അതങ്ങനെ ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ ചിന്തയിലായിരിക്കണം, ദൈവത്തിന്റെ ആഗ്രഹത്തിലായിരിക്കണം, ദൈവ സാന്നിധ്യത്തിലായിരിക്കണം.
और आप इस प्रकार से चाहते हैं कि प्रभु आपके लिए करे, तो आपको परमेश्वर की उपस्थिति में रहना है, परमेश्वर की इच्छा के अनुसार रहना है और प्रभु में बने रहना है। അവിടെയാണ് അസാമാന്യമായ ജയം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. और वो असामान्य जय को हमारे लिए तैयार करता है। റൂത്തിന്റെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കിയ ദൈവം रूत के मन के आग्रह को समझा हुआ परमेश्वर ശിമോൻ പത്രോസിന്റെ മനസ്സിലെ ആഗ്രഹം മനസ്സിലാക്കിയ ദൈവം और शिमोन पतरस के मन के हृदय को आग्रह को पहचाना हुआ परमेश्वर അവന്റെ പടകം അവന്റെ കൂട്ടത്തിലുള്ളവരുടെ പടകം നിറയത്തക്കവണ്ണം മത്സ്യത്തെ കൊടുത്ത് അനുഗ്രഹിച്ചു. और केवल उसका उसका नाव भरने तक, उसके दोस्तों का नाव भरने तक इतना मछली को प्रभु ने उसके जीवन के अंदर दे दिया। കർത്താവിന് വേണ്ടി അവൻ പടകം മാറ്റിയപ്പോൾ കർത്താവ് അവന് വേണ്ടി കടലിനെ മാറ്റി. और देखिए, जब उसने अपना नाव को प्रभु यीशु मसीह के लिए हटाया रखा, तो परमेश्वर ने समुद्र को उसके लिए कर दिया। ആമേൻ. രണ്ടാമത് വാക്യം ഇതാണ്, യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും തന്റെ വലങ്കൈകൾ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും. സങ്കീർത്തനം 26. സോറി പാസ്റ്റർ, 12:6. സങ്കീർത്തനം 12:6. 12:6. യഹോവയുടെ വചനങ്ങൾ നിർമ്മലമാകുന്നു, നിലത്തെ ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. രണ്ടാമത് വായിച്ച വാക്യം പറഞ്ഞോളൂ. और परमेश्वर का वचन पवित्र है और चांदी के समान, जो भट्टी में मिट्टी पर ताई गई और 7 बार निर्मल की गई हो। ആമേൻ. കർത്താവിന്റെ വചനം വെള്ളി പോലെ ശുദ്ധി ചെയ്തതാണ്. और देखो, परमेश्वर का वचन चांदी के समान शुद्ध किया गया है। നമ്മുടെ വിജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിലാണ്. और देखिए, हमारा जो जीवन है परमेश्वर के मुंह से निकलने वाले वचन पे है। നാം ചോദിക്കുന്നതിനേക്കാൾ നിனைക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ദൈവം പ്രവർത്തിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ്. और देखिए, प्रभु हमारे जीवन के अंदर अत्यंत रूप से काम करता है। वो काम करने का जो काम कहाँ से आता है पूछा जाए तो परमेश्वर के वचन से है। അതുകൊണ്ട് തന്നെ നാം ചെയ്യേണ്ട കാര്യം ദൈവവചനം നമുക്ക് ലഭിക്കാതെ പോകാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒരുക്കണം. और इसलिए परमेश्वर का वचन हमारे जीवन से ना जाने के लिए हम उस प्रकार से अपने हृदय को तैयार करके रखना चाहिए। നമ്മൾ അനുദപിക്കാൻ വൈകിയാൽ ദൈവ സാന്നിധ്യം നമ്മുടെ അടുത്ത് വരാൻ വൈകും. और देखिए, हम परमेश्वर की उपस्थिति में आने के लिए इंतजार करते हैं, लेट करते हैं, तो परमेश्वर भी हमारे पास आने के लिए लेट करता है। हमें നമ്മൾ ക്ഷമിക്കാൻ വൈകിയാൽ ദൈവ സാന്നിധ്യം നമ്മുടെ അടുക്കൽ വരാൻ വൈകും. और देखिए, हम अगर क्षमा करने के लिए प्रतीक्षा में आ जाते हैं तो परमेश्वर की उपस्थिति आने में भी हमें इंतजार करना पड़ता है। ദൈവവചനം നമ്മുടെ അടുക്കൽ വരണമെങ്കിൽ നാം അനുദപിക്കുന്നവരായിരിക്കണം. और देखिए, परमेश्वर का वचन हमारे करीब आना है तो हम बात मानने वाले लोग होना चाहिए। ദൈവവചനം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ നാം ക്ഷമിക്കുന്നവരായിരിക്കണം. और देखिए, हम परमेश्वर को वचन हमारे करीब आना है तो हम क्षमा करने वाले होना चाहिए, നിർമ്മലമായ വചനമാണ്. क्योंकि ये निर्मल वचन है। ഈ വചനം നിർമ്മലമായതുകൊണ്ട് അത് നമ്മുടെ കയ്യിൽ മേടിക്കാൻ നാമും നിർമ്മലരായിരിക്കണം. इसलिए मेरे प्रिय लोगों, परमेश्वर का वचन निर्मल है, इसलिए हम जब उसको हाथ में लेते समय में हमारा हृदय भी निर्मल होना चाहिए। നാം ചോദിക്കുന്നതിലും നിனைക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. और देखिए, परमेश्वर का वचन हमें बहुत आयत से मदद करने के लिए प्रभु का वचन से हो सकता है। ആമേൻ. മോശയെ ശുദ്ധീകരിച്ചതിന് ശേഷം ആ ദൈവം നിയോഗമേൽപ്പിച്ചത്. और परमेश्वर ने मूसा को शुद्धि करने के बाद ही उसको परमेश्वर ने इस्तेमाल किया। യോസഫ് ഒത്തിരി പ്രതികൂലങ്ങളോട് പോയിട്ടും അവന്റെ ഹൃദയം ശുദ്ധമായിരുന്നു. और देखिए, यूसुफ भी कितनी परिस्थितियों से गुजरते समय में भी उसका हृदय शुद्ध था। ഹന്നായെ വീടിനകത്ത് ഉപദ്രവിച്ചിട്ടും സഭയ്ക്കകത്ത് ഉപദ്രവിച്ചിട്ടും ഹന്നായുടെ ഹൃദയം നിർമ്മലമായിരുന്നു. देखो, हन्ना के जीवन के अंदर घर में भी उसको परेशान किया गया, कलीसिया के अंदर गया तो भी उसको परेशान किया गया, तो भी उसका हृदय शुद्ध रहा।
നമ്മുടെ ജീവിതത്തിലും നാം കടന്നു പോകുന്ന വഴിയിൽ നിർമ്മലമായ വചനമേൽപ്പിക്കുന്നതിന് മുമ്പ്, അഭിഷേകം പകരുന്നതിന് മുമ്പ് ദൈവത്തിന് നമ്മളെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുണ്ട്. और देखिए हमारे हृदय को हम परमेश्वर के सम्मुख जाने से पहले हमारे मनों को हमें शुद्ध करना जरूरी है. നമ്മൾ അസമമായത് ഒഴിച്ച് ഉത്തമമായത് പറയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയം മാറണം. देखिए उत्तम रीति से बोलने के लिए हमारा हृदय भी बदलना चाहिए. നമ്മെ കൊള്ളുകയില്ലാത്തത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറണം. അസമമായത് ഒഴിച്ച് ഉത്തമമായത് പറയുവാൻ നാം ദൈവത്തിന്റെ അധരമായി മാറാനുണ്ട്. और देखिए हमारा अपने जीवन का सब कुछ बदल कर हमें परमेश्वर के समान या उसके इच्छा के अनुसार हमें होना जरूरी है. അപ്പോ നമുക്കറിയാം ദൈവം ആർക്കൊക്കെ വചനമേൽപ്പിച്ചു അവരുടെയൊക്കെ ഹൃദയം ശുദ്ധമായിരുന്നു. और देखिए जिन जिन व्यक्तित्व को परमेश्वर का वचन मिला वो सभी लोग शुद्ध हो गए. വലിയ കാര്യങ്ങൾ രണ്ടാമത് വായിച്ച ദൈവദാസിയോട് ദൈവാത്മാവ് പറയുന്നത്, जो दूसरे वचन को पढ़े परमेश्वर की आत्मा उनसे इस प्रकार कह रही है, വലിയ കാര്യങ്ങൾ നിങ്ങളുടെ പക്കൽ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. और देखिए बड़े काम देने के लिए परमेश्वर के पास आपके प्रति योजना है. വലിയ സംഭവങ്ങളിലേക്ക് ദൈവത്തിന് നിങ്ങളുടെ കുടുംബത്തെ നയിക്കാൻ പദ്ധതിയുണ്ട്. और परमेश्वर आपके परिवार के द्वारा कई बड़े काम को कराना चाहते हैं. പക്ഷെ നാം ചെയ്യേണ്ട കാര്യം ആ വചനം നിർമ്മലമായതുകൊണ്ട് അത് വാങ്ങുവാൻ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. इसलिए मेरे जो सिस्टर ने दूसरा वचन को पढ़ी, प्रभु की आत्मा उनसे कह रही है कि आपका परिवार, आप परमेश्वर का वचन निर्मल, इसलिए आपका हृदय भी, आपका परिवार का हृदय भी निर्मल होना जरूरी है. ദൈവം ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുമ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി കാര്യങ്ങൾ നടക്കും. और देखिए इसलिए परमेश्वर का वचन जब हमारे जीवन के अंदर काम करेगा तो प्रभु हमारे हृदय के अंदर बड़े बड़े अत्यंत अद्भुत रीति से काम को करेगा. അമേൻ. പത്രോസിന്റെ പടക് നിറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്ക് നമുക്കറിയാം, കർത്താവേ ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. അവന്റെ ഹൃദയം നിർമ്മലമായിരുന്നു. और जब देखिए पतरस जब नाव में था, यीशु मसीह नाव में था, तो पतरस का हृदय बदल के पतरस क्या कहता है कि प्रभु मैं पापी हूं करके कहने लगा. പത്രോസ് ദൈവവചനം കേട്ടപ്പോൾ തന്നെ തന്റെ ഹൃദയത്തിനകത്ത് പാപത്തെ കുറിച്ച് അവന് ബോധം വന്നു. और देखिए जब उस पतरस ने प्रभु यीशु मसीह के वचनों को सुनने के कारण उसको ये समझ आ गया कि मैं पापी हूं करके. അവൻ അത്ഭുതം കണ്ടത് കൊണ്ടല്ല പാപിയാണെന്ന് പറഞ്ഞത്. वो अद्भुत देखने के कारण नहीं बोला कि मैं पापी हूं, അവൻ ദൈവത്തിന്റെ വചനം കേട്ടപ്പോൾ അവൻ പാപബോധം വന്നു. लेकिन वो परमेश्वर को वचन सुनने के कारण उसको ये समझ में आ गया कि मैं पापी हूं. അവൻ അതുകൊണ്ട് കർത്താവിനെ അവന്റെ ഹൃദയം പാപിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഹൃദയം ശുദ്ധമായി. और जैसे उसको पता चला कि मैं पापी हूं, उसका हृदय शुद्ध हो गया. നമ്മുടെ കുറവ് തിരിച്ചറിയുമ്പോഴേ നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയാണ്. और देखिए हम अपनी कमियों को हम जांच पाते हैं, तब हमारा हृदय शुद्ध होता है. രാജ്യത്തെ ഏറ്റവും വലിയ വഞ്ചനകളിൽ ഒന്ന് നമ്മളെ തിരിച്ചറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. और देखिए इस दुनिया के शैतान की यही है कि हम अपने आप को ना जाने, यही सबसे बड़ा एक योजना होता है शैतान का. മറ്റുള്ളവരെ എല്ലാം നമുക്ക് മനസ്സിലാകും, दूसरे लोगों को बहुत अच्छे से हम लोग जानते हैं, കുറവുകൾ മനസ്സിലാകും, അവരുടെ കുറവുകൾ മനസ്സിലാകും, उनकी कमियों को भी हम, दूसरों की कमियों को भी हम अच्छे से जानते हैं, വീഴ്ചകൾ മനസ്സിലാകും, उनकी जहां पे वो गिर गए थे वो गिरावट को भी हम समझ पाते हैं, എവിടെയൊക്കെ തെറ്റുപറ്റിയെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. उनसे क्या गलती हुई ये बात भी हमें बड़ी जल्दी समझ में आ जाता है. നമ്മുടെ കുറവുകൾ നമുക്ക് മനസ്സിലാകത്തില്ല. लेकिन हमारी कमियां हमें समझ में नहीं आती है. അതാണ് പിശാചിന്റെ വഞ്ചന. और यही शैतान की जो योजना होती है. അയാൾ ഇന്ന പാപം ചെയ്യുന്നയാളാ, वो व्यक्ति ऐसा पाप करता है, ഇയാൾ ഇന്ന പാപം ചെയ്യുന്നയാളാ, ये व्यक्ति ऐसा पाप करता है, അങ്ങനെയുള്ള പാപമുള്ള വ്യക്തികളാ. वो ऐसा पाप करने वाला व्यक्ति है. പിശാച് ഒരിക്കലും നമ്മുടെ പാപം നമ്മളെ കാണിച്ചു തരത്തില്ല. लेकिन शैतान कभी भी हमारे पापों को हमें नहीं दिखाता है. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. इसलिए प्रभु यीशु मसीह इस प्रकार से कहा, जिनका मन शुद्ध है वो परमेश्वर को देखेंगे. ആമേൻ. ദൈവത്തിന്റെ വചനം നിർമ്മലമാണ്. परमेश्वर का वचन निर्मल है. അത് ഉലയിൽ ഊതി കഴിച്ച വെള്ളിയേക്കാൾ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയേക്കാൾ ആമേൻ അത് ശുദ്ധിയുള്ളതാണ്. और जो 7 बार भट्टी में शुद्ध की हुई चांदी के समान निर्मल है. ആ വചനം ലഭിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. और ये वचन जो व्यक्ति को मिलता है वो व्यक्ति भाग्यवान होता है. സാറായോട് പറഞ്ഞു, അടുത്ത ആണ്ടിൽ നിനക്കൊരു തലമുറയെ ലഭിക്കും. सारा से बोला आने वाले दिनों में प्रभु तुझे एक संतान को देगा.
ആ വചനം അതുപോലെ തന്നെ സംഭവിച്ചു. और वचन वैसे ही काम किया। ഇസ്രായേലിനോട് പറഞ്ഞ സകല വാഗ്ദത്വവും ഒന്നുപോലും തെറ്റാതെ സകലതും നിവൃത്തിയായി. और देखिए इज़राइल से बोला हुआ हर एक वायदे परमेश्वर ने जो कहा था एक भी बिना गलती किए सब कुछ वहां पे पूरा हुआ। അബ്രഹാമിനെ അബ്രഹാം ആക്കുമെന്ന് പറഞ്ഞു, ആക്കി. अब्राहम को अब्राहम कर दिया, आ गया, हो गया। ഇസ്ഹാക്കിനോട് ഈ ദേശത്തെ പാർക്ക് ഞാൻ നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞു, ദൈവം മാനിച്ചു. इसहाक को यहाँ पे तू रहे, तेरे को मैं सम्मान दूंगा, वो उसको वैसा ही हुआ। യാക്കോബിനെ ഇസ്രായേൽ ആക്കുമെന്ന് പറഞ്ഞു, ഇസ്രായേൽ ആക്കി. याकूब को इसराइल बनाऊंगा, इसराइल को भर दिया। ജോസഫ് ധരിച്ച സ്വപ്നം കണ്ടു, ആ സ്വപ്നം അതേപടി നടന്നു. और यूसुफ ने स्वप्न देखा, वो स्वप्न वैसे ही हुआ। അമ്മ ദൈവത്തിന്റെ ഒരു വാക്ക് ലഭിച്ചാൽ ആ വാക്ക് അതേപടി തന്നെ സംഭവിക്കും. और देखिए जो परमेश्वर ने एक बार अपने मुंह से शब्द से हमारे लिए निकाला तो वो वैसे ही हमारे लिए काम होगा। പക്ഷേ അത് നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാമും നിർമ്മലരായി മാറണം. तो लेकिन हम आग्रह करते इस प्रकार से तो हमारा हृदय भी निर्मल होना चाहिए। നമ്മുടെ ഹൃദയം നിർമ്മലമാകുമ്പോൾ हमारा हृदय निर्मल जब होता है ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കും. परमेश्वर को वचन हमें मिलता है ആ വചനം നമുക്ക് വേണ്ടി വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. और ये वचन हमारे लिए अद्भुत काम करेगा। ആ വചനം നമുക്ക് തലമുറകളെ നൽകി തരും. और यही वचन आपको आपकी संतानों को देगा। വചനം നമുക്ക് വിശാലത വരുത്തി തരും. वचन हमें विशालता को लाके देगा। ദൈവം വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാ. और क्योंकि परमेश्वर वचन भेजकर चंगा करने वाला प्रभु है। ദൈവത്തിന്റെ വചനത്തില് ആമേൻ അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല. देखो परमेश्वर के वचन में बंधन नहीं है। ആമേൻ ദൈവത്തിന്റെ വചനം കിട്ടുന്നവർ ഭാഗ്യവാന്മാരാണ്. और परमेश्वर को जो वचन मिला है वो लोग भाग्य लोग हैं। ശമൂവേലിനെ ശമൂവേലാക്കിയത് ദൈവത്തിന്റെ വചനമാണ്. शमूएल को शमूएल बनाया वो परमेश्वर का वचन है। ആമേൻ ദാൻ മുതൽ ബർശേബ വരെ ശക്തനായ പ്രവാചകനായി ശമൂവേലിനെ മാറ്റിയത് ദൈവവചനമാണ്. दान से बरशेबा तक जो शक्तिशाली भविष्यवक्ता के रूप में तैयार किया वो व्यक्ति उसको किसने बनाया पूछा जाए तो परमेश्वर ने है। ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ദൈവം വചനത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. और देखिए जो परमेश्वर हमें पूछने से ज्यादा कम है, ज्यादा शक्ति के साथ हमारे लिए करता है, वो कैसे करता है पूछा जाए तो परमेश्वर के वचन के द्वारा है। ആ വചനം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം നിർമ്മലമായിരിക്കണം. इसलिए हमारा हृदय हमें समझना है कि हमारे लिए वो वचन काम करना है तो हमारा मन निर्मल होना चाहिए। ആമേൻ. അതുകൊണ്ട് ആമേൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ച് എല്ലാ പ്രവൃത്തികളിലും വെളിപ്പെടുന്നതാണ്. और देखिए वही हमारे जीवन के अंदर जो परमेश्वर के वचन से आता है वही हमारे जीवन के अंदर प्रकाशित होता है അതെല്ലാ പ്രവൃത്തികളിലും വെളിപ്പെടും. और इस सभी कामों के ऊपर प्रकट होगा। അങ്ങനെയുള്ളവർക്ക് ദൈവത്തിന്റെ വചനം ലഭിക്കും. और ऐसे लोगों को परमेश्वर का वचन मिलता है വചനം അവരുടെ എല്ലാ പ്രവൃത്തികളിലും വെളിപ്പെടും. और यही वचन सभी उन्हीं के सब कामों के अंदर प्रकट होगा। മോശയ്ക്ക് ദൈവത്തിന്റെ വചനം ലഭിച്ചു. और देखिए मूसा को परमेश्वर का वचन प्राप्त हुआ। അടിച്ച നാക്കുള്ള മോശ ശക്തനായ പ്രഭാഷകനായി. और देखिए जो व्यक्ति का जीव तक वो लहराता था वो आज इतना बड़ा एक भाषण देने वाला व्यक्ति बन गया। ആമേൻ. മോശ 80-നും 120 വയസ്സിന് ഇടയിലുള്ള മോശ ഒരു ശക്തനായ നേതാവായി. और देखिए जो 80 से 120 साल के बीच का एक व्यक्ति मूसा वो एक बड़ा नेता बन गया, अगुवा बन गया। വലിയ പാട്ടുകാരനായി. और एक अच्छा गीतकारक बन गया, വലിയ പ്രവാചകനായി. एक अच्छा भविष्यवक्ता हो गया വലിയ എഴുത്തുകാരനായി. और एक लिखने वाला हो गया। അമ്മേ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. അമ്മേ നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുകയും എല്ലാ തലത്തിലും അതിന്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യും. देखिए मेरे प्रभु के दास ने जो बात आपको बोला उसको भूलना नहीं है। देखिए परमेश्वर के हम अपने जीवन के अंदर जब शुद्धि को हम लाते हैं या पवित्रता को लाते हैं तो ये पवित्रता हमारे जीवन से होते हुए हमारे कामों पर प्रकट होती है। ആമേൻ. യഹോവയുടെ വചനം നിർമ്മലമായ വചനമാകുന്നു. तो यहोवा का वचन निर्मल वचन है। ആമേൻ. ദൈവം തന്റെ ഭക്തന്മാർക്ക് തന്റെ വചനം കൊടുക്കുകയാണ്. और अब परमेश्वर अपने भक्तों को परमेश्वर का वचन देता है। ചിലരൊക്കെ വേദപുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലാകുന്നില്ല.
ചിലര് വേദപുസ്തകം വായിക്കുന്നുണ്ടെങ്കിലും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല. कुछ लोग परमेश्वर का वचन पढ़ते हैं लेकिन उनको कुछ भी समझ में नहीं आता। എന്നാൽ വായിക്കുന്നതിനനുസരിച്ച് ഹൃദയം ശുദ്ധീകരിച്ചാൽ കൂടുതൽ കൂടുതൽ വചനം മനസ്സിലാകും. और देखिए, वचन पढ़ते पढ़ते अपने मन को शुद्धि करते चले जाएंगे तो उनको बहुत अच्छे से समझ में आने लगेगा। അതുകൊണ്ട് അനുദപിക്കാൻ താമസിക്കരുത്. इसलिए उसको करने के लिए हम लोग इंतजार नहीं करना। മാനസാന്തരപ്പെടാൻ താമസിക്കരുത്. उद्धार पाने के लिए आप लोगों को इंतजार नहीं करना। ക്ഷമിക്കാൻ താമസിക്കരുത്. क्षमा करने के लिए आप लोग इंतजार नहीं करना। മാനസാന്തരപ്പെടാൻ താമസിച്ചാൽ ദൈവവചനം നമുക്ക് ലഭിക്കത്തില്ല. अगर उद्धार पाने के लिए हम इंतजार करेंगे तो परमेश्वर का वचन हमें प्राप्त नहीं होगा। ആമേൻ. നാം ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിക്കത്തില്ല. अगर हम क्षमा करने के लिए तैयार नहीं है तो परमेश्वर का वचन हमें नहीं मिलेगा। അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ മനസ്സിലാക്കണം, इसलिए मुझे सुनने वाले भाई बहन समझना है, നമ്മുടെ വിശാലത हमारी विशालता ആമേൻ ദൈവ സാന്നിധ്യത്തില, परमेश्वर की उपस्थिति में है, ദൈവത്തിന്റെ വചനത്തില. परमेश्वर के वचन में है। ആ വചനത്തിന് ബന്ധനമില്ല. ये वचन में बंधन नहीं है। ആ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാ. और ये परमेश्वर को वचन देके तलवार से भी तीज है। അത് പ്രാണനെ ക്രിയ ചെയ്യും. वो प्राण को ക്രിയ ചെയ്യും. काम करता है, ആമേൻ. ആമേൻ. ആ ദേഹത്തിൽ ക്രിയ ചെയ്യും, हमारे शरीर में काम करता है, മനസ്സിൽ ക്രിയ ചെയ്യും, हमारे मन को साफ करता है, ആത്മാവിൽ ക്രിയ ചെയ്യും, हमारे आत्मा में काम करता है, നമ്മുടെ എല്ലാ വിഷയത്തിലും ക്രിയ ചെയ്യും. हमारे हर एक विषय में काम करता है। ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മുടെ കാര്യങ്ങൾ നടക്കും. और हमारे पूछने से, हमारे करने से, उससे भी बढ़कर हमारे लिए प्रभु काम करता है। അന്നാ ചോദിച്ചതിലും അധികം ദൈവം ചെയ്തു. प्रभु हन्ना ने पूछा, हन्ना के लिए प्रभु ने उससे बढ़कर दिया। യാക്കോബ് ചിന്തിച്ചതിനേക്കാൾ അധികം ദൈവം ചെയ്തു. याकूब ने जो जितना चिंतन किया था, सोचा था, उससे भी बढ़कर प्रभु ने किया है। യോസേഫ് ആഗ്രഹിച്ചതിനേക്കാൾ അധികം ദൈവം ചെയ്തു. यूसुफ ने जितना आग्रह किया, उससे भी बढ़कर प्रभु ने काम किया। ഇസ്രായേലൊക്കെ സ്വപ്നം കണ്ടതിനേക്കാൾ അധികം ദൈവം അവനെ സമ്പന്നനാക്കി. और देखियो, जिसने स्वप्न देखा उससे भी ज्यादा संपन्न कर दिया। അബ്രഹാം സ്വപ്നത്തിൽ കാണുന്നതിനേക്കാൾ വലുതായി അബ്രഹാമിനെ ദൈവം മാറ്റി. और जो अब्राहम ने स्वप्न देखा, उससे भी बढ़कर परमेश्वर ने अब्राहम को बदल दिया। അവസാനം വായിച്ച വാക്യം, आखिरी में पढ़ा हुआ वाक्य, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. Ephesians 1:19। एफेसी किताब 1 अध्याय उसका 19 वाक्य को हमने पढ़ा है। और उसके सामर्थ हम जो विश्वास करते कितना महान है कि उसकी शक्ति के प्रभाव से उस कार्य के अनुसार। വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി അല്ലേ ആ വാക്യല്ലേ, വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതിൽ നിന്ന് ചെയ്യേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ശരിയാണല്ലോ. അപ്പൊ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ വിശ്വാസം. हम लोग समझना हमारा विश्वास। ആമേൻ. അത് തെറ്റി വിശ്വസിക്കുമ്പോൾ തെറ്റായതേ സംഭവിക്കത്തുള്ളൂ. तो हमारा विश्वास ऐसा, जब हम गलत विचार करते तो गलत संभव होता है। ശരി വിശ്വസിച്ചാൽ ശരിയായത് പ്രവർത്തിക്കും. जो हम सही सोचेंगे तो सही काम होता है। ശരിയായത് വിശ്വസിക്കുമ്പോൾ, ശരിയായ ദൈവവചനം വിശ്വസിക്കുമ്പോൾ, हम जब सही रीति से परमेश्वर के वचन के ऊपर विश्वास करते हैं, ശരിയായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ വരുമ്പോൾ, और सही रीति का चिंता हमारे जब मन में आता है, ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, सही काम हमारे जीवन के अंदर होता है, ശരിയായ നനവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, और सही चिंता हमारे मन दिमाग के अंदर आता है, तो നാം ശരിയായത് ചോദിക്കും, हम सही पूछेंगे, ആ ശരിയായത് സംഭവിക്കുകയും ചെയ്യും. और जो सही है वो हमारे जीवन के अंदर संभव होगा। നമുക്കറിയാം, हम जानते हैं തെറ്റ് വിശ്വസിക്കുന്നവരെ എപ്പോഴും തെറ്റേ പ്രവർത്തിക്കത്തുള്ളൂ. जो गलत विश्वास करता है वो गलत काम को करता है। നമ്മുടെ കൂട്ടായ്മകളിൽ തന്നെ हमारे इस उपस्थित फेलोशिप संगति में നമ്മൾ ചിലരെ കുറിച്ച് കുറ്റം പറയും. हम अपनी संगति में ही कई बार हम लोग एक दूसरे की चुगली कर देते हैं।
ആ കുറ്റം പറയുന്ന വ്യക്തികളെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചിലപ്പോൾ പിന്നെ അവരോട് പ്രതികരിക്കുന്ന രീതി തെറ്റായതായിരിക്കും. और जैसे ही हमने किसी के बारे में किसी व्यक्ति से सुना, उस व्यक्ति के विषय के लिए हम जब बर्ताव करने जाते हैं, जिनसे हमने गलत सुना, पर हम लोग उनके साथ शायद गलत कर देते हैं। തെറ്റ് വിശ്വസിച്ചത് കൊണ്ട് പിന്നെ അവരെ കാണുമ്പോൾ ദേഷ്യപ്പെടുന്നു. और जैसे ही हमने उनके बारे में गलत सुना, इसलिए हम उसी व्यक्ति से हम कैसे गुस्से से उसके साथ हम देखते हैं, തെറ്റായ രീതിയിൽ സംസാരിക്കുന്നു, गलत रीति से हम बातचीत करते हैं, തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നു. गलत रीति से हम उनसे व्यवहार रखते हैं। തെറ്റ് വിശ്വസിക്കുന്നവർ തെറ്റായതേ പ്രവർത്തിക്കത്തുള്ളൂ. तो जो गलत विश्वास करता है वो गलत रीति से ही व्यवहार करता है। നമ്മുടെ സഭയ്ക്കകത്തും हमारी कलीसिया के अंदर भी ആമേൻ ആരാധനയെ കുറിച്ച് തെറ്റായത് വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധന തെറ്റായതായിരിക്കും. अगर हम आराधना के विषय में गलत सोचते हैं तो हमारी आराधना भी गलत ही होगी। നമ്മുടെ ഉപവാസത്തെ കുറിച്ച് നമ്മൾ തെറ്റായതാ വിശ്വസിച്ചിരിക്കുന്നെങ്കിൽ എന്റെ ഉപവാസത്തിന്റെ രീതിയും തെറ്റായതായിരിക്കും. तो हम अगर उपवास के विषय को लेकर गलत सोचते हैं तो हमारा उपवास भी गलत होगा। ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനെ കുറിച്ച് തെറ്റായ ഒരു ധാരണയാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് തെറ്റായ രീതിയിലായിരിക്കും. देखो, हम अगर गलत रीति से विचार करते हैं तो जो हम गलत रीति से विचार करते हैं तो वो काम वैसे ही गलत होगा। കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയുള്ളെങ്കിൽ തെറ്റായ രീതിയിലേ നമ്മൾ കൂട്ടായ്മയിലായിരിക്കത്തുള്ളൂ. अगर हम संगति में गलत रीति से हम विश्वास करते हैं तो हमारे काम भी उस संगति के अंदर गलत रीति से ही होंगे। കൂട്ടായ്മയെ കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നയാൾ കൂട്ടായ്മയിൽ ശരിയായി പ്രവർത്തിക്കും. और जो व्यक्ति संगति के अंदर भी सही रीति से विचार करता है, वो व्यक्ति संगति के अंदर अच्छे कामों को करता है। ആരാധനയെ കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിക്കുന്നയാൾ ശരിയായ രീതിയിൽ ആരാധിക്കും. और आराधना करने वाला अगर सही रीति से आराधना के बारे में विचार करता है, वो व्यक्ति आराधना भी सही रीति से कर पाएगा। ദൈവവേദിയിൽ കൊടുക്കുന്നതിനെ കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച മനുഷ്യൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. और जो व्यक्ति सही रीति से परमेश्वर के सामने रहता है, वो व्यक्ति सही रीति से परमेश्वर के सामने काम भी करता है। ശരിയായ രീതിയിൽ വിശ്വസിക്കുന്നവർ ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. और जो व्यक्ति सही रीति से विश्वास करता है, वो सही रीति से काम करता है। ശരിയായ രീതിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവവും ശരിയായ രീതിയിൽ പ്രവർത്തിക്കും. और जो व्यक्ति सही रीति से विश्वास करता है, सही रीति से करता है, उसके लिए परमेश्वर भी काम सही रीति से करता है। വിശ്വാസം കാണുന്നതിലല്ല, വിശ്വാസം ദൈവവചനം കേൾക്കുന്നതിലാണ്. देखिए, विश्वास देखने से नहीं है, लेकिन विश्वास परमेश्वर के वचन सुनने से है। ആമേൻ. ചെങ്കടല് കണ്ടാൽ അതിനകത്ത് വഴി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? देखिए, समुद्र को देखने के बाद कोई भी सोच सकता है क्या उसमें रास्ता बन सकता है या रास्ता है? മോശയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ ഒക്കത്തില്ല. क्योंकि मूसा इस प्रकार से तो सोच नहीं सकता है। ഇസ്രായേൽ ജനത്തിന് ആർക്കും ചിന്തിക്കാൻ ഒക്കത്തില്ല. ऐसा कोई भी नहीं सोच सकता है। ആമേൻ. വിശ്വാസം കേൾവിയിലാണ്. विश्वास क्योंकि सुनने में है। ആമേൻ. സഹോദരൻ, ആമേൻ. അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ മുമ്പിൽ വലിയ വഴി തുറന്നു. और ऐसा विश्वास करने के कारण परमेश्वर ने हालेलुया एक बड़ा रास्ता को उनके लिए खोल दिया। മരുഭൂമിയിൽ ദൈവത്തിന് പോറ്റാൻ കഴിയും, 30 ലക്ഷം പേരെ പോറ്റാൻ കഴിയുമെന്ന് കാണുന്ന മരുഭൂമി കണ്ടാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ? और देखिए, ऐसा एक मरुभूमि में जाना बोले तो देखने से किसी की सबके लिए असंभव सा था। വിശ്വാസം കേൾവിയിലാണ്. लेकिन वह विश्वास सुनने से है। മരുഭൂമിയിൽ മന്ന ഉണ്ടായിരുന്നു. मरुभूमि में मन्ना था। മരുഭൂമിയിൽ കാടപ്പക്ഷി ഉണ്ടായിരുന്നു. मरुभूमि में पक्षियां थे। മരുഭൂമിയിൽ വെള്ളം ഉണ്ടായിരുന്നു. मरुभूमि में पानी था। മരുഭൂമിയിൽ പകൽ അവർക്ക് മേഘം തണലായിട്ടുണ്ടായിരുന്നു. और देखिए, कई लोगों के लिए इस मरुभूमि में मेघ छांव के रूप में था। രാത്രിയിൽ അവർക്ക് വെളിച്ചമായ അഗ്നിസ്തംഭം ഉണ്ടായിരുന്നു. और रात में उनको चलने के लिए अग्निस्तंभ के रूप में वो आग था। വിശ്വാസം കാഴ്ചയിലല്ല, विश्वास देखने में नहीं है, വിശ്വാസം കേൾവിയിലാണ്. विश्वास सुनने में है। ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനം മനസ്സിലാക്കണം, आज मुझे सुनने वाले प्रभु के लोग समझना है, നിങ്ങൾ കാണുന്നതിലൊന്നുമല്ല കാര്യങ്ങൾ. तो आप जो देख रहे हैं उसमें नहीं है काम। ആമേൻ. സ്വതന്ത്രം നമ്മൾ ശക്തരാണ്. हम शक्तिशाली है। നമ്മളിലൂടെ വലിയ കാര്യങ്ങൾ നടക്കും. हमसे भी बड़े काम होंगे। പക്ഷെ കാണുന്നതിലല്ല, കേൾക്കുന്നതിലാണ് വിശ്വാസം. लेकिन देखने में नहीं है विश्वास, सुनने में विश्वास है।
വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഒരു ശക്തി ഇങ്ങനെ വ്യാപരിക്കാൻ റെഡിയായി നിൽക്കുക. और देखिए, विश्वास करने वाले लोगों के लिए ऐसे एक शक्ति इंतजार कर रही है वो काम करने के लिए, കടലിൽ കീറാൻ വേണ്ടിയിട്ട്, और समुद्र को दो भाग करने के लिए, മരുഭൂമിയിൽ കരുതാൻ വേണ്ടിയിട്ട്, और मरुभूमि में करने के लिए, അമേ സ്വതന്ത്രം എരിഹോ മതിലിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട്, और जो यरीहो की जो दीवार को गिराने के लिए, ജോർദാനെ കീറാൻ വേണ്ടിയിട്ട്, योरदान को अलग करने के लिए, അനാക്യ മല്ലന്മാരെ തകർക്കാൻ വേണ്ടിയിട്ട്, ओ बड़े शक्तिशाली लोग को गिराने के लिए, അമേ സ്വതന്ത്രം വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഒരു ശക്തി ഇങ്ങനെ വ്യാപരിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. और जो विश्वास करने वाले लोगों के लिए एक शक्ति ऐसा इंतजार कर रही है. അമേ അത് ലഭിക്കണമെങ്കിൽ वो शक्ति अगर मिलना है तो നിശ്ചയമായിട്ടും നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതും ദൈവഹിതത്തിലേക്ക് കൊണ്ടുവരണം. और इसलिए हम लोग जो पूछते हैं, हम सोचते हैं, वो हम सुनते हैं, उसको परमेश्वर की हित में लाना है. ആമേൻ. നാം ചോദിക്കുന്നതും നാം നനയ്ക്കുന്നതും ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ, अगर हम जो पूछते हैं, हम जो बोते हैं, वो परमेश्वर की इच्छा के अनुसार है तो ദൈവം സാധാരണ ലെവലിലല്ല, അസാധാരണമായ ലെവലിൽ നമുക്ക് വേണ്ടി അത് പ്രവർത്തിക്കാനിടയാകും. प्रभु साधारण रीति से नहीं, लेकिन असाधारण रीति से प्रभु हमारे लिए काम करना प्रारंभ करता है. നമ്മുടെ കുടുംബം അസാധാരണമായ രീതിയിൽ വലുതാക്കും. और प्रभु हमें, हमारे परिवार को असाधारण रीति से बढ़ाएगा, നമ്മുടെ സഭ അസാധാരണമായ രീതിയിൽ വലുതാകും. और हमारी कलीसिया भी असाधारण रीति से बढ़ेगा, ശുശ്രൂഷകൾ അസാധാരണമായ രീതിയിൽ വലുതാകും. और सेवकाई असाधारण रीति से बढ़ेगा. അതിന്റെ കാരണം നമുക്ക് കാരണം- ദൈവത്തിന്റെ ഹിതമറിയാം. क्योंकि हाँ, उसका कारण यही है कि हमें परमेश्वर के हित के अनुसार करना है. ദൈവത്തിന്റെ ആഗ്രഹം നമുക്കറിയാം. हमको परमेश्वर की इच्छा मालूम है, ആമേൻ. ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. और हम आग्रह क्या करते हैं कि परमेश्वर की इच्छाएं हम आग्रह करते हैं. നമ്മുടെ ഹൃദയം നിർമ്മലമാണ്. हमारा हृदय निर्मल है, അതുകൊണ്ട് ദൈവം നിർമ്മലമായ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം തരിക. और परमेश्वर उस निर्मल हृदय में अपना वचन को दे रहा है, ആ വചനം നമുക്ക് വിശ്വാസം തരിക. और ये वचन हमें विश्वास को देता है, ആ വചനം നമ്മുടെ പടക് നിറയ്ക്കുകയാണ്. और ये वचन हमारे हृदय है, हमारे उस नाव को भर रहा है. ആ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആ വചനത്തിന്റെ സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയാണ്. और यही हमें अपने परमेश्वर के वचन के उस स्थान में हमें पहुंचाता है. ആമേൻ. ഹന്നായോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ലഭിച്ചു. और हन्ना से बोला, तेरा प्रार्थना का उत्तर मिल गया है. അവിടെ അവർക്ക് ഉത്തരവായി. वहां पे उसको उत्तर मिल गया, മുഖം പിന്നെ വാടിയില്ല. उसका फिर मुंह कभी उतरा नहीं. ജോസഫിന് ഒരു സ്വപ്നം കൊടുത്തു. जोसेफ को एक स्वप्न दिया गया, അവിടെ ഉത്തരമായി. പിന്നെ അവിടെ എത്തിച്ചു ദൈവം. और उसका उत्तर उसको मिल गया, और प्रभु ने उसको वहां पहुंचा भी दिया. ആമേൻ. हालेलुया. മോശയോട് ദൈവം പറഞ്ഞു, നീ മിസ്രയീമിൽ ഇസ്രായേലിനെ വിടുവിക്കും. അവിടെ സംഭവിച്ചു. और परमेश्वर ने मूसा से कहा, तू इस्राएल को छुड़ाएगा, मिस्र से छुड़ाएगा करके, तो ऐसा हो गया. ആമേൻ. ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ആമേൻ, ഈ ദേശത്ത് ഞാൻ നിന്നെ മാനിക്കും. ദൈവം മാനിച്ചു. और प्रभु ने इस्राएल से कहा, अब्राहम से कहा, इस देश में तुम्हें तेरा सम्मान करूंगा. प्रभु ने वैसा किया भी. ശരിയായിരിക്കുന്നത് വിശ്വസിക്കുന്നവര് ശരിയായത് പ്രവർത്തിക്കും. इसलिए जो सही विश्वास करता है, प्रभु उनके लिए सही काम करता है. തെറ്റായത് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ തെറ്റായത് പ്രവർത്തിക്കുന്നത്. और देखिए, इसलिए हम लोग कई बार गलत चीजों पर विश्वास कर लेते हैं, इसलिए प्रभु गलत काम हमारे जीवन में हो जाता है, തെറ്റായത് സംഭവിക്കുന്നത്. और गलत संभव हो जाता है. ശരിയായത് വിശ്വസിച്ചാൽ सही विश्वास करेंगे तो, ചെങ്കടലിൽ വഴിയുണ്ട്. और समुद्र में रास्ता भी है. ശരിയായത് വിശ്വസിച്ചാൽ सही विश्वास करने से, മരുഭൂമിയിലും ശ്രേഷ്ഠമായ ദൈവം കരുതും. और उस मरुभूमि में श्रेष्ठ जो हमारे लिए प्रभु देगा. ശരിയായത് വിശ്വസിച്ചാൽ सही विश्वास करे तो, എത്ര കവിഞ്ഞൊഴുകുന്ന യോർദാനിലും ദൈവത്തിന് വഴിയൊരുക്കാൻ കഴിയും. और जितना भी तेजी से बहने वाला यरदन नदी में भी प्रभु रास्ता खोल सकता है. ശരിയായത് വിശ്വസിച്ചാൽ ഏത് എരികോ മതിലും വീഴും. और सही रीति से विश्वास करेंगे तो जो भी यरीहो का दीवार इतना बड़ा क्यों ना हो, वो भी गिरेगा. വിശ്വസിച്ചാൽ ഓരോ അനാക്യ മല്ലന്മാരും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. और देखिए, और सही रीति से विश्वास करें तो जितना भी योद्धा समान क्यों ना हो, हमारे सामने कुछ भी नहीं है. ആമേൻ. നാം ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവവും. हम लोग पूछने से, हमारे सोचने से बढ़कर अद्भुत काम करने वाला सर्वशक्तिमान प्रभु है. വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ കുറിച്ച് നമുക്കൊരു ബോധം വേണം.
इसलिए हम लोग सामर्थ्य जो हमें जो विश्वास करते हैं कितनी महान है, उसकी शक्ति के प्रभाव के कार्य के अनुसार होता है, ये बात को हम लोग समझना है। ഇന്നത്തെ ദൈവവചന ശുശ്രൂഷ ഇവിടെ പര്യവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. और आज का वचन मैं यहाँ पर समाप्त करने की आग्रह कर रहा हूँ। മാനസാന്തരപ്പെടാൻ വൈകരുത്. हम लोग उद्धार पाने के लिए इंतजार न करना, ക്ഷമിക്കാൻ വൈകരുത്. हम लोग क्षमा करने के लिए इंतजार नहीं करना, ഹൃദയം ശുദ്ധീകരിക്കാൻ വൈകരുത്. हम लोग हृदय को शुद्ध करने के लिए प्रतीक्षा नहीं करना। സാധാരണ മനുഷ്യരെ അസാധാരണക്കാരാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. और साधारण लोग को असाधारण करने वाला है परमेश्वर का वचन, സാധാരണ മനുഷ്യരെ അസാധാരണക്കാരാക്കുന്നതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. और साधारण लोग को असाधारण करने वाला है परमेश्वर के वचन के वायदे। അതുകൊണ്ട് അസാധാരണക്കാരായി നമ്മളെ മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. इसलिए असाधारण रीति से हमें प्रभु बदलना चाहता है। അത് നമ്മുടെ ജോലി കൊണ്ടൊന്നുമല്ല, हमारे नौकरी से नहीं, നമ്മുടെ സമ്പാദ്യം കൊണ്ടൊന്നുമല്ല, हमारे संपत्ति से नहीं, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടൊന്നുമല്ല, हमारा पढ़ना लिखना से नहीं, നമ്മളെ സഹായിക്കുന്നവരെ കൊണ്ടൊന്നുമല്ല, हमारे सहायता करने वालों से नहीं, ദൈവത്തിന്റെ വചനത്താൽ, लेकिन परमेश्वर के वचन के द्वारा, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ. परमेश्वर की उपस्थिति के द्वारा। അതുകൊണ്ട് നാം എങ്ങനെ വളരണം എന്നുള്ളതിന്റെ ഒരു വഴി നമ്മൾ മനസ്സിലാക്കുക. इसलिए मेरे प्रिय लोग, आप किस प्रकार से बढ़ना है उस रास्ते को हम लोग समझना जरूरी है। ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. और इन वचनों के द्वारा प्रभु एक एक को आशीष देने पाए। ശുശ്രൂഷയ്ക്ക് സഹായിച്ച കർത്തൃഭൃത്യന്മാർക്കും പ്രത്യേകാല ആമേൻ കൂട്ടായ്മയിലായിരുന്ന എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ആമേൻ. നമുക്ക് പിന്നെയും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ദൈവമായ കർത്താവ് നമ്മൾ അവിടെ ഇവിടങ്ങളിൽ പരിപാലിക്കട്ടെ. എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ പേര് പ്രകാശ് ബാബു. ആമേൻ. കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്ക് പ്രവർത്തനങ്ങളുണ്ട്. മനോഹരമായി നടക്കാൻ നിങ്ങളെ പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. വന്ദനം. और प्रभु मुझे निमंत्रण दिया, प्रभु के दास को धन्यवाद करता हूँ, और आप सभी को जो प्रभु में उपस्थित है, प्रभु को प्रेम नमस्कार। मेरा नाम आप लोग जानते हैं, प्रकाश, प्रभु के दास पास्टर प्रकाश बाबू। उनके लिए आप लोग निरंतर मेरे लिए प्रार्थना करिएगा। मेरी सेवकाई तमिलनाडु में और विभिन्न क्षेत्रों में है। आप लोग उन सभी बातों को याद रखते हुए आप लोग प्रार्थना करिए। प्रभु चाहा तो हम फिर से मिलकर प्रभु के नाम को महिमा देने पाएंगे। प्रभु सबको आशीष दे। थैंक यू। Amen. Praise the Lord. सब लोग ताली बजा के प्रभु को धन्यवाद करेंगे। Hallelujah. Praise the Lord. Thank you, Pastor. Thank you. Good message. Thank you. Praise the Lord. Babita sister, आगे। प्रभु के दास का हृदय की गहराई से धन्यवाद देते हैं कि उन्होंने सुंदर वचन के द्वारा प्रभु का सुंदर वचन हमारे बीच में बोया, और हमें वचनों के द्वारा एक शिक्षा को प्रदान किया कि हमारा मन, हमारा हृदय निर्मल होना चाहिए जब हम प्रभु के नजदीकी में जाते हैं। और निर्मल होने के रहने से प्रभु हमारे जीवन से, हम जीवन के द्वारा बहुत सारे कार्यों को करवाता है। प्रभु हम धन्यवाद देते हैं सुंदर वचनों के लिए, और आगे हम प्रार्थना में जाएंगे। और पास्टर जी के लिए, उनकी सेवकाई के लिए, और जो मैं मीटिंग में जुड़े प्रत्येक परिवार के लिए हम प्रार्थना करेंगे। और मैं निवेदन करूंगी कि हमारे बीच में रामचरण अंकल जी हैं, वो प्रार्थना करने में अगुवाई करेंगे, और पास्टर साहब अपनी आशीष से हमें विदा। हालेलुया। धन्यवाद, स्तुति हो परमेश्वर, तेरी महिमा और तारीफ करते हैं प्रभु। भोर के समय परमेश्वर, प्रभु जी, हालेलुया। सुंदर वचन परमेश्वर अपने दास के द्वारा परमेश्वर सिखाया, समझाया परमेश्वर खुदा। वो वचन परमेश्वर खुदा हम सुनने वाले नहीं, मगर परमेश्वर तेरे वचन के अनुसार चलने वाले बना परमेश्वर खुदा। यहाँ परमेश्वर उसके सेवकाई मिनिस्ट्री को परमेश्वर खुदा और भी अच्छा ऊंचाई पर ले चलने के लिए सहायता मदद कर और इस्तेमाल कर। पिता पवित्र आत्मा, मैं आपसे विनती और प्रार्थना करता हूँ, खासकर जो सब जॉन को भी तेरे हाथ हम समर्पित करते हैं, उसके द्वारा हम परमेश्वर खुदा, हालेलुया, हर एक अलग अलग जगह से प्रभु जी हम लोग आशीषित हो रहे हैं परमेश्वर। तेरे वचन को सीख रहे हैं परमेश्वर खुदा, हालेलुया, क्योंकि तेरे वचन पैर के लिए दीपक और मार्ग के लिए उजियाला है। पिता परमेश्वर, मैं आपसे विनती प्रार्थना करता हूँ, सेवकाई मिनिस्ट्री को परमेश्वर
और भी बढ़ाने के लिए सहायता और मदद कर पिता। हे पिता, मैं आपसे विनती प्रार्थना करता हूँ प्रभु, सालिम जॉन को प्रभु जी सुंदर अनुवादन करने के लिए सहायता मदद किया, उस बेटे को परमेश्वर खुदा और भी अच्छा से इस्तेमाल करने के लिए सहायता मदद कर, उसके सेवकाई पर तेरी आशीष, तेरी शक्ति और सामर्थ्य उतरने पाए प्रभु जी। मैं आपसे विनती प्रार्थना करता हूँ परमेश्वर खुदा। हालेलुया, धन्यवाद पिता परमेश्वर। हालेलुया राजा, जितने भी परमेश्वर जूम मीटिंग में उपस्थित हैं परमेश्वर, नाम है नाम सबको तेरे हाथों में समर्पित करते हैं। सुरक्षित संभालना, नए बल, शक्ति, सामर्थ, तंदुरुस्ती, ताकत देने के लिए सहायता मदद करना। और प्रभु जी हालेलुया, हे मेरे राजा, हे मेरे परमेश्वर, आज की जूम मीटिंग को पिता मैं तेरे पवित्र हाथों में समर्पित करते हुए मेरी छोटी सी दुआ उद्धार करता आपके प्रपुत्र इस नासरी के मधुर और मीठे नाम मांगता हूँ, सुन पूरा कर। आमीन। अब परमेश्वर का प्रेम, पवित्र आत्मा का सहभागिता और संगति प्रत्येक लोगों के साथ द्वितीय आगमन तक होते रहे। बोलो यीशु मसीह की जय 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 Praise जय the मसीह Lord. की। सभी को जय मसीह की। आप सभी को जय मसीह ब्रदर, गुड की। मैसेज, गॉड ब्लेस यू। सुंदर वचन के द्वारा शिक्षित किया। थैंक यू सर जी, गुड मैसेज वचन के लिए। प्रभु आशीष दे। ब्रदर प्रेज द लॉर्ड, गुड मैसेज। सब लोगों को जय मसीह की। जय मसीह की। अंकल को जय मसीह की। सभी को जय मसीह की। जय मसीह की। जय मसीह जय मसीह की। ആശയ സുഖമായിട്ടിരിക്കുന്നല്ലോ. Praise the Lord. सबको जय मसीह की। और एक सूचना है, आज शाम को 6 बजे, आज मंगलवार है, 6 बजे हमारी फैमिली मीटिंग है। आज 6 बजे हमारे बीच में पास्टर साम टी जॉन आज शाम की मीटिंग में हमारे बीच में परमेश्वर का वचन की मनादी कर रहे हैं। आप सब लोग शाम को 6 बजे जुड़ने की कृपा करें। प्रभु आप सबको आशीष। गॉड ब्लेस यू। गॉड ब्लेस यू। जय मसीह की। प्रियांशु, जय मसीह की। जय मसीह की अंकल जी। जय मसीह की अंकल जी। जय मसीह की। जय मसीह की। जय सबको मसीह की पास्टर साहब। जय मसीह की। जय मसीह की। जय मसीह की पास्टर जी। जी, जय मसीह की। जय मसीह। कैसे हो? ठंडा बढ़ गया पास्टर जी हमारे इधर। अच्छा, राम प्यारी, जय मसीह की। रामचरण जी, जय मसीह की सर। जय मसीह की। चंद्रमणि सिस्टर, जय राजू, मसीह की। प्रभु आशीष दे।